നിങ്ങൾ ഏതൊക്കെ ഏരിയാസ് നിങ്ങളൊന്ന് കവർ ചെയ്യണം, ഏതൊക്കെ ചോദ്യങ്ങൾ നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം. അവർ നിങ്ങളോട് ചോദിക്കും വേവ് ട്രാപ്പ് എന്താണെന്ന് അറിയാമോ, എവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ലൈറ്റ്നിങ് അറസ്റ്റ്. കഴിഞ്ഞ സബ് എഞ്ചിനീയർ ഇന്റർവ്യൂവിന് തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള 2 ഏരിയാസ് ആണ് നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ പ്രോഗ്രാമിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം. ഹലോ എവരിവൺ, വെൽക്കം ടു എൻട്രി. അപ്പോൾ എല്ലാവർക്കും എൻട്രിയുടെ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി വരാൻ വേണ്ടി പോകുന്ന KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ അല്ലേ. നിലവിൽ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ദെൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. അതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് PSC ഓഫീസിൽ നേരിട്ട് ഹാജരാവണമെന്ന് പറഞ്ഞിട്ട് ഇനി ആ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഒരു 20 മാർക്കിൽ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഒരു ഇന്റർവ്യൂവിന്റെ പെർഫോമൻസ് കൂടി കണക്കാക്കിക്കൊണ്ട് ആ ഇന്റർവ്യൂവിന്റെ ഒരു മാർക്ക് കൂടി പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഫൈനൽ ആയിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് PSC തയ്യാറാക്കുക. സോ ഇന്റർവ്യൂവിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് പറഞ്ഞു തരാനും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞു പോകണമെന്നും ഒക്കെ പറയുന്ന ഒരു ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമാണ് നമ്മളിവിടെ ഒരുക്കുന്നത്. കഴിഞ്ഞ സബ് എഞ്ചിനീയർ പരീക്ഷയുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. KSEBയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും KSEBയിലെ തന്നെ ട്രെയിനിങ് സെക്ഷനിലുള്ള ഉദ്യോഗസ്ഥരും എൻട്രിയുടെ ഒരു എക്സ്പേർട്ട് പാനലും എൻട്രിയുടെ ഫാക്കൽറ്റീസും ഒക്കെ അടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം ആയിരുന്നു നമ്മൾ സബ് എഞ്ചിനീയറിനെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതിലെ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിന് ടോപ്പ് മാർക്ക്, അതായത് 13 മാർക്ക് എന്ന ടോപ്പ് മാർക്ക് അല്ലെങ്കിൽ 13, 12 തുടങ്ങിയ മാർക്കുകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതൊരു ക്ലാസ് അല്ല കേട്ടോ, ഇതൊരു ലെക്ചർ ക്ലാസ് അല്ല. ഒരുപാട് തിയറീസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ലെക്ചർ ക്ലാസ് ആയിട്ടല്ല ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു ഗൈഡൻസ് തരിക. ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഏതൊക്കെ ഏരിയാസ് നിങ്ങളൊന്ന് കവർ ചെയ്യണം, ഏതൊക്കെ ചോദ്യങ്ങൾ നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം. നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ് അല്ലേ. ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് അവരൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് നിങ്ങൾ ആൻസർ ഫ്രെയിം ചെയ്യുന്നതിന് പകരം, അവിടെ ഇരുന്ന് നിങ്ങൾ ആ ചോദ്യം ആദ്യമായിട്ട് കേൾക്കുന്നതിന് പകരം നിങ്ങൾ മുൻപേ ഒന്ന് അറിഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചാൽ, ചില ഉത്തരങ്ങൾ വളരെ പോളിഷ്ഡ് ആയിട്ടൊന്ന് ഉത്തരങ്ങൾ നിങ്ങളൊന്ന് ഫ്രെയിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വളരെയധികം സഹായകമാകും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പലപ്പോഴും ഒരു ചോദ്യം നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുന്ന സമയത്ത് നമ്മളൊന്ന് പാനിക് ആവും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടാത്ത കാര്യങ്ങൾ ചിലപ്പം പറഞ്ഞു പോകും. ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ചിലപ്പം ട്രാപ്പിലാക്കാൻ സഹായകമാകുന്ന രീതിയിൽ ആയേക്കാം അല്ലെ. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു വിചാരിച്ചോ, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ടാണ് ആ ഒരു ചോദ്യം കേൾക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾ ആ ഒരു ആൻസർ ഫ്രെയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ചിലപ്പം നിങ്ങൾ പറയണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ പറഞ്ഞേക്കാം. ആ ഒരു പോയിന്റിൽ പിടിച്ചിട്ട് ചിലപ്പം ഇന്റർവ്യൂ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിട്ടുണ്ടാവും. നിങ്ങൾ കുഴപ്പത്തിലാവാൻ ആ ചെറിയൊരു കാര്യം കാരണമായേക്കാം അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് മുന്നൊരുക്കം നടത്തണം. ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ അത് നമ്മുടെ ഇന്റർവ്യൂവിനെ വളരെയധികം സ്വാധീനിക്കും, നമുക്ക് കുറേ അധികം ഹെൽപ്ഫുൾ ആവും. സോ അത്തരം കാര്യങ്ങളായിരിക്കും ഒരു 10 മണിക്കൂർ, ഒരു 12 മണിക്കൂർ നേരത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ നിങ്ങൾ കവർ ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് കൂടി ഞാൻ പറഞ്ഞുതരും കേട്ടോ. കണ്ടന്റ് നോളജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു സെക്ഷൻ ഓഫീസിന്റെ മേലധികാരിയാണല്ലേ. അപ്പോൾ കുറച്ചുകൂടി സബ് എഞ്ചിനീയറിനേക്കാൾ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റീസ് വരുന്ന ഒരു ജോബാണ്. സോ നിങ്ങളുടെ KSEB സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് KSEBയിലെ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് എത്തുന്നതായിരിക്കും. ലൈവ് സെഷൻസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാം. ഏതൊക്കെ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് ചോദിക്കാം. അതിന്റെ കൂടെ നിങ്ങൾ ഓൾറെഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ നല്ല മാർക്കോട് കൂടി പാസ്സായത് കൊണ്ടാണല്ലോ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലേ. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് പാർട്ടുകൾ ഉണ്ടാവും. പവർ സിസ്റ്റം നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ഡീപ്പായിട്ടൊന്ന് നോക്കേണ്ടി വരും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ, നിങ്ങളുടെ നോട്ട് ബുക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽസ് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. കൂടുതലായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പവർ സിസ്റ്റം, മെഷീൻസ് പോലെയുള്ള ടോപ്പിക്കുകളാണ്. ദെൻ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളുടെ വീട്ടുപകരണങ്ങളെ കുറിച്ചൊക്കെ അവർ ചിലപ്പോൾ ചോദിച്ചേക്കാം. വീട്ടിലെ പവർ, എനർജി കൺസംഷനെ കുറിച്ച് ചോദിച്ചേക്കാം. ദെൻ ഹോം അപ്ലയൻസസ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു പാർട്ടാണ്. അതിന്റെ കൂടെ നിലവിലെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താ, KSEBയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾസും ദെൻ സോളാറും.
കഴിഞ്ഞ സബ് എഞ്ചിനീയർ ഇന്റർവ്യൂവിന് തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള 2 ഏരിയാസ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾസ്, സോളാർ. അത് നമ്മൾ എന്ത് ചെയ്യും, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നതായിരിക്കും. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ വായിച്ചു പോകേണ്ട, നിങ്ങൾ കുറച്ചൊന്ന് വായിച്ച് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോകേണ്ട കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളും കുറച്ച് മെറ്റീരിയൽസ് കൂടി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൽ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡെലിവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻട്രിയിൽ ഈ മാസം 21-ാം തീയതി ഫെബ്രുവരി 21-ന് KCB അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ലൈവ് സെഷൻസ് ആയിരിക്കും കേട്ടോ. എൻട്രി ആപ്പിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ലൈവ് സെഷൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കൂടി പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഈ ഒരു ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഒരു ചെറിയ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഫീസ് കൂടി ഉണ്ടായിരിക്കും. നിങ്ങളെ എൻട്രിയുടെ അക്കാദമിക് കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ചെറിയൊരു പേയ്മെന്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എൻട്രി ആപ്പ് ത്രൂ ആയിരിക്കും ഈ പറയുന്ന ക്ലാസ്സുകൾ മൊത്തം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. എൻട്രി ആപ്പിൽ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഈ സെഷൻസ് കാണുവാനും നിങ്ങൾക്ക് സംവദിക്കാനുള്ള അവസരം ഉണ്ടാവുന്നതായിരിക്കും. സോ താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ? യെസ്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിന്റെ എപ്പിസോഡ് 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. സോ എപ്പിസോഡ് 1 ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ദെൻ ഈ ഒരു വീഡിയോ സീരീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഒരു 1 അവർ നീണ്ടു നിൽക്കുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ നിങ്ങളുടെ ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടാവില്ല ഇന്റർവ്യൂവിനെ കുറിച്ചും അതേപോലെ ഡോക്യുമെന്റ് അപ്ലോഡിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഈസ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. അതായത് ഞാൻ എന്തായാലും KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ആ കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. സോ എൻ്റെ സ്ഥാനം നിലവിൽ മെയിൻ ലിസ്റ്റിലാണോ സപ്ലിമെന്ററി ലിസ്റ്റിലാണോ എന്നുള്ള ധാരണ എനിക്ക് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഇന്റർവ്യൂവിനും എനിക്ക് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്റർവ്യൂവിന് ടോപ്പ് മാർക്ക് 13 ആണെങ്കിൽ 13 എനിക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലൊരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ അത് ഒന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചോളൂ. കാരണം നമുക്ക് കഴിഞ്ഞ ഇന്റർവ്യൂസിന്റെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഇന്റർവ്യൂവിന് സാധാരണയായിട്ട് നൽകുന്ന മാർക്ക് എന്ന് പറയുന്നത് 9 മുതൽ 13 വരെയാണ്. അത് ചിലപ്പോൾ മാറാം കേട്ടോ. ചിലപ്പോൾ 9 മുതൽ 14 വരെയൊക്കെ കൊടുത്തേക്കാം. ചിലപ്പോൾ 10 ആയിരിക്കും മിനിമം മാർക്ക്, ചിലപ്പോൾ 14 ആയിരിക്കും മാക്സിമം മാർക്ക്. ആ രീതിയിലായിരിക്കും ഉണ്ടാവാം. ഞാൻ ഇത് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള KCB സബ് എഞ്ചിനീയർ ഇന്റർവ്യൂവിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. ഇന്റർവ്യൂവിന്റെ ടോട്ടൽ മാർക്ക് 20 ആണ് കേട്ടോ. 20 ആണ് ടോട്ടൽ മാർക്ക്. ആ 20ൽ മാക്സിമം അവർ നൽകിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 13 ആണ് കേട്ടോ. 13. ദെൻ 12 നൽകിയിട്ടുണ്ട്, 11 കൊടുത്തിട്ടുണ്ട്, 10 കൊടുത്തിട്ടുണ്ട്, 9 കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറവ് അവർ കൊടുത്തിട്ടുള്ള 9 മാർക്ക്, അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചിലപ്പം പെർഫോമൻസ് അത്ര മോശമായത് കൊണ്ടോ അല്ലെങ്കിൽ യാതൊരു പ്രിപ്പറേഷനും കൂടാതെ ഒരു ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്കോ മാത്രമേ ആ ഒരു മാർക്ക് കൊടുത്തിട്ടുള്ളൂ. ടോട്ടൽ 2000 പേരാണ് കേട്ടോ ഈ ഒരു KCB സബ് എഞ്ചിനീയർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. നിയർലി കേട്ടോ 2000-ന് അടുപ്പിച്ച് 1900-നും 2700-നും ഇടയിലുള്ള ആൾക്കാരാണ് ഈ ഒരു ടോട്ടൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിലൊരു 30-40 പേർക്ക് മാത്രമേ ഈ ഒരു 9 മാർക്ക് ലഭിച്ചിട്ടുള്ളൂ കേട്ടോ. 30-40ഓളം പേർക്ക് മാത്രമേ ഈ ഒരു 9 മാർക്ക് കൊടുത്തിട്ടുള്ളൂ. മിക്കവാറും ആൾക്കാർക്ക് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് 11, 12, 10 കേട്ടോ. ഈ ഒരു മാർക്കാണ്. ഏകദേശം ഒരു 30 to 40% ആൾക്കാർക്കും കിട്ടിയത് 12 മാർക്കാണ്. ദെൻ 30 to 40% ആൾക്കാർക്കും ലഭിച്ചത് 11 മാർക്കാണ്. അറൗണ്ട് ഒരു 10% ആൾക്കാർ, ഒരു 10 to 15 കേട്ടോ, 10 to 15 ആൾക്കാർക്കാണ് 10 എന്നുള്ള മാർക്ക് കിട്ടിയത്. ലെസ് ദാൻ 10% ആൾക്കാർക്ക് മാത്രമേ 13 എന്നുള്ള മാർക്ക് ലഭിച്ചിട്ടുള്ളൂ. അതായത് ഈ ടോട്ടൽ 2000 പേരെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു 180-150 അടുപ്പിച്ച് ആൾക്കാർക്ക് മാത്രമേ 13 എന്നുള്ള ടോപ്പ് മാർക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഇത്ര ആൾക്കാർക്ക് മാത്രമേ അവർ ടോപ്പ് മാർക്ക് നൽകൂ എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇന്റർവ്യൂവിന് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു. KCB ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നിങ്ങളെ ആവശ്യമാണ്, ആ ഒരു കമ്പനിക്ക് നിങ്ങളെ ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ പെർഫോമൻസ് അത്രയും എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ, വളരെ മികച്ച രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ടോപ്പ് മാർക്കായ 13 തന്നെ വീഴുന്നതായിരിക്കും കേട്ടോ. 13 തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഇനി നിങ്ങൾ അറിയേണ്ടത് ഒരു മാർക്ക് മാറുന്ന സമയത്ത് ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എന്ത് വ്യത്യാസം വരുമെന്നാണ് നമുക്കിനി അറിയേണ്ടത്. നിങ്ങൾ കണ്ടോ, ഒരു ഉദ്യോഗാർത്ഥിക്ക് 10 മാർക്ക് ലഭിക്കാം, 13 മാർക്ക് ലഭിക്കാം, 9 മാർക്ക് ലഭിക്കാം, അല്ലെ 11 12 ലഭിക്കാം. സോ ഇതൊക്കെ ലഭിക്കുന്നതിന്, ഈ ഒരു മാർക്ക് കിട്ടുന്നതിന് ഓരോരോ ഫാക്ടർ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്താത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് നോക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളുടെ ബയോഡാറ്റ ഫില്ല് ചെയ്തതിലെ മിസ്റ്റേക്ക് ആയിരിക്കാം, ബയോഡാറ്റയിൽ നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ഫില്ല് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞത്. ചിലപ്പോൾ അവർ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാത്തത് കൊണ്ടോ നിങ്ങളുടെ ആ ഒരു വ്യൂ തെറ്റായത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്ത് പോകണം. നമ്മൾ എല്ലാ ചോദ്യങ്ങളും നമ്മളൊന്ന് മുൻകൂട്ടി അറിയണം. അതിനുള്ള ആൻസേഴ്സ് പറ്റുമെങ്കിൽ അതിന്റെ ആൻസേഴ്സ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് 12, 13 എന്നുള്ള മാർക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈ ഒരു അനാലിസിസ് ഞാൻ കഴിഞ്ഞ സബ് എഞ്ചിനീയർ KCB സബ് എഞ്ചിനീയറിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ടെസ്റ്റ് സ്കോർ, ഇന്റർവ്യൂ സ്കോർ, ടോട്ടൽ മാർക്ക്, റാങ്ക്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയുടെ മാർക്കാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ട് 63.33. ഓക്കെ, യെസ്, വളരെ നല്ല സ്കോറാണ്. 7-8 ചോദ്യങ്ങളോളം ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 92 ഈ ഒരു എക്സാം നടന്നത്. അപ്പോൾ 63.33 ആ ഉദ്യോഗാർത്ഥിയുടെ റിട്ടൺ എക്സാമിലെ മാർക്ക്. വേറൊരു ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് 64 കേട്ടോ. അതായത് ഈ ഉദ്യോഗാർത്ഥിയേക്കാൾ 0.66 മാർക്ക് കൂടുതലാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗാർത്ഥിക്ക് മികച്ച റാങ്ക് ലഭിക്കണം, അല്ലേ? അതായത് ചെറിയ റാങ്ക് ലഭിക്കണം. ഈ 63 സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥിയേക്കാൾ മികച്ച ഒരു റാങ്ക് 64 സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കണം. പക്ഷേ നിങ്ങൾ നോക്കി എന്താ സംഭവിച്ചത്? ഇന്റർവ്യൂവിന് ഈ ഉദ്യോഗാർത്ഥിക്ക് 13 മാർക്ക് ലഭിച്ചു. ചിലപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലേ? എല്ലാ ഏരിയാസും നോക്കിയിട്ട് വളരെയധികം കെയർഫുൾ ആയിട്ട് നല്ല മുന്നൊരുക്കത്തോടു കൂടി തന്നെ ഇന്റർവ്യൂവിനെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. അപ്പം അദ്ദേഹത്തിന് ലഭിച്ച ടോട്ടൽ സ്കോർ എത്രയാ? 76.33. റാങ്ക് ലഭിച്ചത് 333 എന്നുള്ള വളരെ നല്ലൊരു റാങ്കാണ് ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ചിലപ്പോൾ 64 സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥിയുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അത്ര നന്നായിട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് വളരെ മോശമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇന്റർവ്യൂ മാർക്കിനെ സ്വാധീനിക്കും കേട്ടോ. നിങ്ങളുടെ അന്നത്തെ ഹെൽത്ത് കണ്ടീഷൻ, ഒരു മെന്റൽ കണ്ടീഷൻ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ മോശമായിരിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ ഇതിനെ ബാധിക്കാം. അദ്ദേഹത്തിന് 10 മാർക്കേ ലഭിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ടോട്ടൽ മാർക്ക് എത്രയാ? 74. നിങ്ങൾ കണ്ടോ, ഈ ഇന്റർവ്യൂ മാർക്ക് 3 മാർക്ക് മാറിയപ്പോൾ അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് 2.33 മാറിയപ്പോഴുള്ള റാങ്ക് വ്യത്യാസം നിങ്ങൾ നോക്കിയേ. 475, അല്ലെ? 475 എത്രയാണ്? ഏകദേശം 142 റാങ്ക് മാറി. എത്ര മാർക്കിൽ? 2.33 മാർക്കിൽ. അപ്പോൾ ഒരു മാർക്കിൽ ഏകദേശം ഒരു 50 മുതൽ 60 വരെയൊക്കെ റാങ്കിൽ വ്യത്യാസം വന്നു, അല്ലേ? ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കും? യെസ്, സപ്പോസ് ഒരു നെക്സ്റ്റ് 2022 വരെയുള്ള വേക്കൻസികളാണ് നിലവിലെ KCB സബ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യും? യെസ്, പുതുതായിട്ട് എന്തായാലും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇനിയൊരു അടുത്തൊരു 100 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പം ജോലി ലഭിച്ചേക്കാം. അടുത്ത വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിച്ചേക്കാം. അതായത് അടുത്തൊരു വർഷത്തിനുള്ളിൽ എന്തായാലും ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പം ജോലി ലഭിച്ചേക്കാം. പക്ഷേ ഈ ഉദ്യോഗാർത്ഥിക്കോ? യെസ്, ചിലപ്പം അതിന്റെ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലേ? ചിലപ്പോൾ ലഭിക്കുന്നത് 2ാമത്തെ വർഷത്തിലോ അല്ലെങ്കിൽ 2024-25 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തോ ആയിരിക്കും, അല്ലെ? അപ്പോഴേക്കും വേറെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെയും അതേപോലെ ബാക്കിയുള്ള പരീക്ഷകളുടെ ലെക്ചർ ഇൻ പോളി, പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പം ഇതിൽ കുറെ അധികം ആൾക്കാർ അതിലേക്കൊക്കെ പോയിട്ട് ചിലപ്പോൾ ജോലി ലഭിച്ചേക്കാം. പക്ഷെ എന്താണ്? കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെ? ഇനി വേസ്റ്റ് കേസ് എടുത്താലോ? ഇതായിരുന്നു കട്ട് ഓഫ്. 56.67 ആയിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ 56.67 മാർക്ക് നേടിയ ഒരു ഉദ്യോഗാർത്ഥി ജസ്റ്റ് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണുള്ളത്, അല്ലേ? അപ്പോൾ ആ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താ? യെസ്, ഇന്റർവ്യൂവിൽ കിട്ടാവുന്ന മാക്സിമം മാർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് വാങ്ങിയെടുക്കുക. അങ്ങനെ വാങ്ങിയെടുത്താലുള്ള ഒരു ഗുണം നിങ്ങൾ കണ്ടോ? യെസ്, 13 മാർക്ക് ആ ഒരു ഉദ്യോഗാർത്ഥി വാങ്ങിയപ്പോൾ 69.67 കിട്ടി. ഇന്റർവ്യൂവിന് 10 മാർക്ക് മാത്രം. ചിലപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും, യെസ്, ഞാൻ എന്തിനാണ് വെറുതെ അധികം പ്രിപ്പയർ ചെയ്യുന്നത്, ഞാൻ വളരെ കുറവ് മാർക്കല്ലേ എനിക്കുള്ളൂ. ചിലപ്പം പലരും എന്ത് ചെയ്യും? ആൻസർ കീ നോക്കിയിട്ട് മാർക്കൊക്കെ കണ്ടുപിടിക്കും, അല്ലേ? അപ്പം വലിയ പ്രിപ്പറേഷൻ ഒന്നും കൂടാതെ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പോൾ 10 മാർക്കൊക്കെ കിട്ടുള്ളൂ. ഓക്കെ,
സോ കിട്ടിയപ്പോൾ ഒന്ന് സംഭവിച്ചു 66.67. റാങ്കിലെ വ്യത്യാസം നിങ്ങൾ നോക്കിയേ 805,941 കണ്ടോ. ഇനി ഇവിടെയുമുള്ള ഒരു കേസ് നിങ്ങൾ നോക്കിക്കോ. ചിലപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പോൾ KSEB സബ് എഞ്ചിനീയറിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 3-ാം വർഷം ലാസ്റ്റ് അവസാനത്തിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ചിലപ്പോൾ ജോലി ലഭിച്ചേക്കാം. 805 റാങ്കിലൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ്? ഈ സമയത്ത് നിലവിൽ കുറേയധികം ലിസ്റ്റുകൾ പാരലൽ ആയിട്ടുണ്ടല്ലേ. ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ ഒരു ബൾക്കായിട്ടുള്ള ഒരു പോസ്റ്റിംഗ് നടക്കും. ദെൻ ലെക്ചർ ഇൻ പോളി, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഒക്കെ ഉണ്ട്. പൊതുവെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും സബ് എഞ്ചിനീയറും ഒക്കെ ഏകദേശം ഒരേ സാലറി സ്കെയിലാണ്. പക്ഷേ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കേസിൽ കുറേയധികം ലീവ് അലവൻസുകൾ, നമ്മൾ വർക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലായിരിക്കും അല്ലേ. സോ കൂടുതൽ ലീവുകൾ, അത്രത്തോളം വർക്ക് പ്രഷറൊന്നുമില്ല. അപ്പം കുറേ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, സബ് എഞ്ചിനീയറിന്റെ മുകളിലായിട്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ചൂസ് ചെയ്യും. അത് നോർമലാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് സബ് എഞ്ചിനീയർ ആണ് വലിയ പോസ്റ്റ്, അത് ചൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ പേഴ്സണലാണ്, ഓരോരോ ആൾക്കാരുടെ താല്പര്യങ്ങളാണ്. ചിലപ്പോൾ ഒരാൾക്ക് കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവുക വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ജോലി ഭാരം കുറഞ്ഞ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. അപ്പോൾ എന്താണ്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറൊക്കെ ചൂസ് ചെയ്യും. അത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ 805 റാങ്ക് കിട്ടിയ ആൾക്കൊക്കെ എന്താണ് ചിലപ്പോൾ ഒരു അവസാന വർഷത്തിലൊക്കെ ജോലി ലഭിച്ചേക്കാം. എന്നാൽ ഈ 941 റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ ആൾക്കൊക്കെ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഞാൻ ഒരിക്കലും നിങ്ങളെ കിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, സാധ്യത കുറവാണ്. ഇത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ സബ് എഞ്ചിനീയറിന്റെ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ്. കഴിഞ്ഞ സബ് എഞ്ചിനീയറിൽ കട്ട് ഓഫ് മാർക്കും അതിന്റെ കൂടെ 13 മാർക്ക് ഇന്റർവ്യൂവിനും നേടിയ ആൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 750ഓളം റാങ്ക് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്റർവ്യൂവിന് ടോപ്പ് മാർക്ക് വാങ്ങിയപ്പം അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷെ ഇന്റർവ്യൂവിന് 10-11 വാങ്ങിയ ആൾക്കാർക്ക് ജോലി ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് വൈ ഐ ആം സെയിങ് ഇന്റർവ്യൂ ഈസ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇന്റർവ്യൂ ഇമ്പോർട്ടന്റ് ആണ്. യെസ്. ഇനി അടുത്ത ചോദ്യം, എപ്പോഴാണ്, എവിടെയാണ്, ആരൊക്കെയാണ്? ഓക്കെ, ഈ ഇന്റർവ്യൂ എപ്പോഴാണ് നടക്കുക, എവിടെയാണ് നടക്കുക, ദെൻ ആരൊക്കെ ആയിരിക്കും ഇന്റർവ്യൂ പാനലിൽ ഉണ്ടാവുക, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്തത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ, എപ്പോഴാണ് ഈ ഒരു ഇന്റർവ്യൂ സംഭവിക്കുക? ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ PSC തുളസി പ്രൊഫൈലിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനുള്ള മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒന്നുകിൽ PSCയുടെ ജില്ലാ ഓഫീസുകളിലോ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസുകളിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഹെഡ് ഓഫീസിലോ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷനും ടൈമിംഗും ഒക്കെ തരും കേട്ടോ. അവിടെ പോയിട്ട് ഫിസിക്കലി ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ആ ഡോക്യുമെന്റ്സ് ഒക്കെ പക്ക ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഇന്റർവ്യൂവിന്റെ ഒരു ഷെഡ്യൂൾ ഇടുന്നതായിരിക്കും. ഏകദേശം 700-800ഓളം പേരുണ്ടല്ലോ അല്ലേ. യെസ്, അതിന്റെ ഒരു ഷെഡ്യൂള് കേരള PSCയുടെ വെബ്സൈറ്റിൽ ഇടുന്നതായിരിക്കും. അതിന്റെ കൂടെ നിങ്ങളുടെ പ്രൊഫൈലും മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. എവിടെയാണ് നിങ്ങൾക്കുള്ള ഇന്റർവ്യൂ എന്നുള്ള ഒരു പ്രൊഫൈൽ മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. ഇത് മിക്കവാറും ഒരു 2 മാസത്തിനുള്ളിലൊക്കെ നടക്കും കേട്ടോ. കാരണം അധികം സ്ട്രെങ്ത് ഇല്ലല്ലോ. KSEB സബ് എഞ്ചിനീയറിന്റെ കേസിലൊക്കെ എന്താണ് 2000 പേരെ ഇന്റർവ്യൂ ചെയ്യണമായിരുന്നു. അതുപോലെ 2000 പേരെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനേക്കാളും കുറച്ച് വേഗത്തിൽ ഏകദേശം ഒരു മാസം നേരത്തെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. വേഗം തന്നെ ഒരു 3 മാസം, ഒരു 4 മാസം കൊണ്ടൊക്കെ, ഒരു 3 മാസം കൊണ്ടൊക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം കേട്ടോ. യെസ്. സോ ഇന്റർവ്യൂ മിക്കവാറും ഉണ്ടാവുന്നത് കേരള PSCയുടെ ഹെഡ് ഓഫീസിലായിരിക്കും. ഓക്കെ, പട്ടത്തുള്ള കേരള PSCയുടെ ഓഫീസിലായിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക. അതാണ് ഞാൻ എന്നുള്ളതിന്റെ ഉത്തരം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂ ഉണ്ടാവുക കേരള PSCയുടെ ആസ്ഥാനത്ത് വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ ഉണ്ടാവുക. ദെൻ ആരൊക്കെയാണ് ഇന്റർവ്യൂ പാനലിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുന്നത്. ഇന്റർവ്യൂ പാനലിൽ സാധാരണയായിട്ട് 3 പേരായിരിക്കും ഉണ്ടാവുക. ഒന്ന് KSEBയിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ആദ്യത്തെ ആളെന്ന് പറയുന്നത്. കാരണം KSEBയിലേക്കുള്ള നിയമനമാണ്. സോ KSEB സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. ദെൻ അടുത്തത് രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കും. ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജ്, മിക്കവാറും ഗവൺമെന്റ് കോളേജിലെ തന്നെയായിരിക്കും ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ. അവർ ഏത് ടോപ്പിക്കും ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിലുള്ള ഒരു വ്യക്തി കൂടി നമ്മുടെ ഇന്റർവ്യൂ പാനലിൽ ഉണ്ടാവും. അവർ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ പവർ സിസ്റ്റം സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ ചിലപ്പം അവരുടെ സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ നിലവിലെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കണ്ടിട്ട് ആ രീതിയിലും നിങ്ങളൊരു ലെക്ചറാണ്, നിങ്ങളൊരു ഫാക്കൽറ്റി ആണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ചോദിച്ചിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചേക്കാം. പിന്നെ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത്, ഇന്റർവ്യൂ പാനലിലെ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് കേരള PSCയിലെ ഒരു അംഗമായിരിക്കും. നിങ്ങൾക്കറിയാം കേരള PSCയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ചെയർമാൻ ഉണ്ടാവും, അതിന്റെ താഴെ കുറേ അധികം മെമ്പേഴ്സ് ഉണ്ട് അല്ലേ.
സോ അവരിൽ ഒരു മെമ്പർ ആയിരിക്കും മൂന്നാമത്തെ ഇന്റർവ്യൂ പാനലിൽ ഉണ്ടാവുക. ഓക്കെ, ഇന്റർവ്യൂ പാനലിലെ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന കേരള PSCയുടെ ഒരു മെമ്പർ ആയിരിക്കും. അവർ ഏത് ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ ഹോബീസ് ചോദിക്കാം, നിങ്ങളുടെ കോളേജിനെ കുറിച്ച് ചോദിക്കാം, നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ ചോദിക്കാം, അങ്ങനെ ഏത് ചോദ്യം ചോദിക്കാനും സാധ്യതയുണ്ട്. അവർ പൊതുവെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒരു ഐസ് ബ്രേക്കിംഗ് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംസാര ശൈലി എങ്ങനെയാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെ നിങ്ങളുടെ വായ തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. വളരെ കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ പത്രവാർത്ത, എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ ചോദിക്കാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഒരു കോമൺ മാൻ എന്ന നിലയിൽ ചിലപ്പോൾ KSEBയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ അതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബൗണ്ടറീസ് ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു PSC മെമ്പറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നെക്സ്റ്റ് എന്തൊക്കെ ചോദിക്കും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അതിന്റെ ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് എന്തും ചോദിക്കുക കേട്ടോ. ഒരു KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ പോകുന്ന സമയത്ത് ഏത് ചോദ്യങ്ങൾ ചോദിക്കും എന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മളൊന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ളൊരു പ്രിപ്പറേഷൻ നടത്താം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റയർ ആയിട്ട് അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തൂ, ഇന്റർവ്യൂ ബോർഡിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഇരുന്നിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്നതിന് പകരം വീട്ടിൽ നിന്ന് തന്നെ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യുക. അത് എന്തിനാണെന്നറിയോ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഈ ഒരു ജോബിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അവിടെ പറയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അഥവാ എന്തെങ്കിലും ഒരു ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, ചിലപ്പം അടുത്ത ചോദ്യം വരുന്നത് ആ ഒരു പാട്ടിൽ നിന്നാവാം. നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയൊരു പോയിന്റ് മതി. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, KSEBയുടെ ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടാവും അല്ലെ. ഞാൻ പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവും. അവർ എന്തായാലും ചോദിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സോളാറിനെ കുറിച്ചും അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും. കാരണം നിലവിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, സോളാറാണ്. നിലവിൽ എനർജി ക്രൈസിസ് ഒക്കെ നമ്മൾ നേരിടുന്ന അവസ്ഥയിൽ, അതേപോലെ എനർജി കോസ്റ്റ് ഒക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പാർട്ട് പറഞ്ഞ സോളാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. പരമാവധി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ഒരു സോളാർ പാനൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പാനൽ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടും, നിങ്ങളുടെ വീട്ടിലെ ലോഡ് മുഴുവൻ സോളാർ പാനൽ കൊണ്ട് നിങ്ങൾക്ക് പറ്റുമോ, നിങ്ങളുടെ വീട്ടിലെ ലോഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വാട്ടിന്റെ സോളാർ പാനൽ വെക്കണം, ദെൻ നിലവിലെ KSEBയുടെ ക്രൈസിസ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും, ദെൻ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പറ്റുമെങ്കിൽ അതിന്റെ ആൻസേഴ്സ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് വെക്കണം. ദെൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നു, അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്കിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഒരു ഫാക്കൽറ്റി ഉണ്ടാവും. അവർ മിക്കവാറും ചോദിക്കുന്നുണ്ടാവുക കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പവർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. കഴിഞ്ഞ ഇന്റർവ്യൂവിന് എന്നോട് ചോദിച്ചിട്ടുള്ളത് മൊത്തം ട്രാൻസ്മിഷൻ ഏരിയയുമായിട്ടാണ് കേട്ടോ. അവർ ചോദിക്കുന്നത് ഒരിക്കലും നിങ്ങളോട് ഒരു ചോദ്യം അങ്ങനെ ഒരു 5-6 ചോദ്യം അല്ല ചോദിക്കുക. ഒരു പാർട്ട് എടുക്കും, എന്നിട്ട് ഞാൻ ഒരു ആൻസർ പറഞ്ഞു, ആ ആൻസറിൽ നിന്നും അടുത്ത ചോദ്യം. അങ്ങനെ എന്നോട് ചോദിച്ച അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഫാക്കൽറ്റി എന്നോട് ചോദിച്ചത് ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ നിന്നുള്ള കുറേയധികം ചോദ്യങ്ങളായിരുന്നു. എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ രീതിയിലായിരുന്നു, സിബിൻ, ഇങ്ങനെ കണ്ടക്ടേഴ്സ് നമ്മൾ സാധാരണയായിട്ട് പോൾസിൽ അറ്റാച്ച് ചെയ്യല്ലോ, നമ്മളങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോൾസിൽ അറ്റാച്ച് ചെയ്യുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് അതിന്റെ ആൻസർ? അല്ല, ഡയറക്റ്റ് ആയിട്ടല്ല, നമ്മൾ ഇൻസുലേറ്റേഴ്സ് ത്രൂ ആണ് നമ്മൾ ലൈൻ കണ്ടക്ടേഴ്സ് പോൾസിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എന്നോട് ചോദിച്ചു. സോ അതിന് ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. ദെൻ ഏതൊക്കെ വോൾട്ടേജസ് ആണ് ഈ പറയുന്ന ഇൻസുലേറ്റേഴ്സിന് വരുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മളൊരു ഡെഡ് എൻഡ് വരുന്ന സമയത്ത് ഏത് ഇൻസുലേറ്റർ യൂസ് ചെയ്യും, ഓക്കെ. ദെൻ ഈ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ ഏത് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യും. ദെൻ നിങ്ങളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ ഇൻസുലേറ്റേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ, അത്തരം കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി. ദെൻ അതിനുശേഷം അവർ സ്കിൻ എഫക്ട്, ഫെറാൻറ്റി എഫക്ട്, ദെൻ കൊറോണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് ചോദിച്ചു. ഇതിനൊന്നും ഒരു ടൈം ഗ്യാപ്പ് പോലും ഇല്ലാതെ, ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പ് ഇല്ലാതെ ഞാൻ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു കൊടുത്തു.
അങ്ങനെ ആൻസർ പറഞ്ഞു കൊടുക്കുന്നതോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യും, വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് സ്വിച്ച് ചെയ്യും. ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ എന്ത് ചെയ്തു, ഈ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മുഴുവൻ തീർന്നു കേട്ടോ. കാരണം എന്താ, യെസ്, അവരൊരു ചോദ്യം ചോദിച്ചു, ഇൻസുലേറ്റേഴ്സിനെ കുറിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ് 15 സെക്കൻഡ് കൊണ്ട് ഞാൻ എന്റെ ആൻസർ കൊടുത്തു. ഓക്കെ, അപ്പൊ തന്നെ അടുത്ത ചോദ്യം വന്നു. എപ്പോഴാണ് ഇത് കൂടുതൽ സമയം എടുക്കുക, അവര് ചോദ്യം ചോദിച്ചു, ഞാൻ ചിന്തിച്ചെടുത്തു. ഓക്കെ, ഞാൻ ചിന്തിച്ചെടുക്കുമ്പോൾ എന്താ സംഭവം, നിങ്ങൾ കൂടുതൽ സമയം എടുക്കും അല്ലെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം എടുക്കുക. എനിക്ക് എപ്പോഴും പറയാൻ വേണ്ടിയിട്ട് 2-3 സെന്റൻസ് ഉണ്ടായിരുന്നു. ഇൻസുലേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറും 2-3 സെന്റൻസ് മതി. ആ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അടുത്ത ചോദ്യം ചോദിക്കും. അപ്പൊ ടോട്ടൽ ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ എന്ത് ചെയ്തു, എന്റെ ഇന്റർവ്യൂ പ്രോസസ്സ് മുഴുവനായിട്ട് തീർന്നു. പക്ഷേ ചില ഇന്റർവ്യൂസ് 10 മിനിറ്റ് കൂടുതൽ, 12 മിനിറ്റ് കൂടുതൽ, 15 മിനിറ്റ് വരെയൊക്കെ ചിലപ്പോൾ നീണ്ടു നിന്നേക്കാം. ഒരു ആവറേജ് ഇന്റർവ്യൂ ഡ്യൂറേഷൻ ഒരു 12 മുതൽ 15 മിനിറ്റ് വരെയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ആൻസേഴ്സ് കൊടുത്തു, എല്ലാ ആൻസേഴ്സും അവർക്ക് ഓക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ വളരെ വേഗത്തിൽ തീർന്നതായിരിക്കും. കാരണം യെസ്, അവർക്ക് മനസ്സിലായി കൃത്യമായിട്ട് ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ധാരണയുണ്ട്, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, യെസ്, ഒരു ഗ്യാപ്പും ഇല്ലാതെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസേഴ്സ് വളരെ വേഗത്തിൽ ടപ്പേ എന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, യെസ്, ഈ ഒരു പാർട്ട് കഴിഞ്ഞു, ഒരു സ്റ്റാഫിന്റെ പാർട്ട് മൊത്തം കഴിഞ്ഞു. അപ്പം അടുത്ത PSC മെമ്പർ ചോദിക്കും, അതിനുശേഷം നമ്മുടെ KSCBയിലെ ഉദ്യോഗസ്ഥൻ ചോദിക്കും. അപ്പോൾ അത് മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, യെസ് സിബിൻ കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞു, താങ്ക് യു പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളും അവരോട് കൃത്യമായിട്ട് താങ്ക് യു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇന്റർവ്യൂ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും കേട്ടോ, എങ്ങനെയാണ് ഇന്റർവ്യൂവിന് പോകേണ്ടത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, യെസ്, 3rd എപ്പിസോഡിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്റർവ്യൂവിന്റെ സെഷനിൽ ചോദിക്കാൻ സാധ്യത. സോ അവിടെ പോയിട്ട് ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടാനുള്ള ഒരു ഇട വരരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ നിങ്ങളോട് n നമ്പർ ഓഫ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ n+1 നമ്പർ ഓഫ് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് പോകണം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇന്റർവ്യൂ വളരെ സ്മൂത്ത് ആയിരിക്കും. എന്റെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാതെ പോയിരുന്ന ഒരേ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് എനിക്ക് കിട്ടാതിരുന്ന ഒരേ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം എന്താണെന്നും ആ ഒരു ക്വസ്റ്റ്യനെ ഞാൻ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ള കാര്യവും ഞാൻ എന്ത് ചെയ്യാം, ടെക്നിക്കൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചില്ല എന്ന് വെച്ച് നിങ്ങളുടെ ഇന്റർവ്യൂ സ്കോർ മോശമാവൊന്നും ചെയ്യില്ല കേട്ടോ. ആ ഉത്തരം നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിച്ചില്ല, സപ്പോസ് അവിടെ നിങ്ങൾ പാനിക് ആവുകയാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഇന്റർവ്യൂവും അതിനെ ബാധിക്കും അല്ലേ. യെസ്, സോ ആ കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അഥവാ അറിയില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അതിനെ ഡീൽ ചെയ്യണം, അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും കേട്ടോ. യെസ്, സോ നെക്സ്റ്റ് എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് പോകണം, ഓക്കെ, നമ്മൾ ഏതൊക്കെ ഏരിയാസ് നമ്മൾ കവർ ചെയ്യണം, ഏതൊക്കെ മെറ്റീരിയൽസ് കവർ ചെയ്യണം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. യെസ്, അതിന് കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ തരാം കേട്ടോ. നമ്മുടെ ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം കണ്ടതിന് ശേഷം നിങ്ങൾ ഏതൊക്കെ ഏരിയാസ് നോക്കണം, ഏതൊക്കെ ബുക്സ് നിങ്ങൾ റെഫർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് എന്തിനാണ്, യെസ്, ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ഉദ്യോഗാർത്ഥിയോട് ചോദിക്കാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു മാക്സിമം ഒരു 10 മുതൽ 15 വരെ ചോദ്യങ്ങളൊക്കെ ഒരു ഉദ്യോഗാർത്ഥിയോട് ചോദിക്കുള്ളൂ അല്ലെ. വളരെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ളതാണെങ്കിലും ഒരു മാക്സിമം ഒരു 10 മുതൽ 15 വരെയൊക്കെ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. ടെക്നിക്കലും അതേപോലെ പേഴ്സണൽ ക്വസ്റ്റ്യൻസും അതേപോലെ KSCB റിലേറ്റഡുമായിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം കൂടിയിട്ടാണ് ഞാൻ പറയുന്ന ഈ ഒരു 15 ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു ഇന്റർവ്യൂ സീരീസ് കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ പവർ സിസ്റ്റത്തിന്റെ, നിങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പവർ സിസ്റ്റത്തിന്റെയും മെഷീൻസിന്റെയും നിങ്ങളുടെ നോട്ടിലെ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിരിക്കുക. സപ്പോസ് നിങ്ങളുടെ ഈ ഒരു നോട്ട് അത്ര ഓക്കെ അല്ല, നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു പവർ സിസ്റ്റത്തിന്റെ ടെക്സ്റ്റ് ബുക്ക്, മേത്തയുടെയോ JB ഗുപ്തയോ അതൊക്കെ മതി കേട്ടോ, അത്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട ആവശ്യമില്ല. ദെൻ ഗുപ്തയുടെയോ തെരേജയുടെയോ ഒക്കെ ഒരു പവർ സിസ്റ്റത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ ടെക്നോളജി, ബേസിക് ഇലക്ട്രിക്കലിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ, മിക്കവാറും എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള മേത്ത അല്ലെങ്കിൽ ഗുപ്ത, തെരേജ, ദെൻ രജ്പുത്ത് തുടങ്ങിയ ഓതേഴ്സിന്റെ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ടെക്നോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മെഷീൻസും പവർ സിസ്റ്റവും കേട്ടോ. മെഷീൻസും പവർ സിസ്റ്റവും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അധികവും പവർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. നമ്മൾ ചിലപ്പം പറയും ഇലക്ട്രോണിക്സ് പഠിക്കണോ, ഇലക്ട്രോണിക്സ് പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ, ഇലക്ട്രോണിക്സ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ടച്ച് ചെയ്തിട്ട് പോകണം. ദെൻ മെഷർമെന്റ്സ് നോക്കണം, മെഷർമെന്റ്സ് നമ്മൾ കുറച്ചൊന്ന് നോക്കണം. നമുക്ക് കൃത്യമായിട്ട് ഇപ്പം CT BT അതൊക്കെ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. ദെൻ കുറെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയും, അതിന്റെ കൂടെ നമ്മൾ പറയും. അതിൽ കൂടാതെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ് മെഷീൻസ്. നിങ്ങൾക്ക് നല്ല ഒരു ധാരണ ഉണ്ടാവണം, ഇലക്ട്രിക്കൽ മെഷീൻസിനെ കുറിച്ച് ധാരണ ഉണ്ടാവണം. ദെൻ പവർ സിസ്റ്റവും നന്നായിട്ട് തന്നെ നോക്കണം.
ദെൻ സബ്സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സബ്സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരോടും ചോദിക്കണമെന്ന് നിർബന്ധമില്ല. മിക്കവാറും ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ സബ്സ്റ്റേഷനിൽ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും, അല്ലെ, ഓപ്പറേറ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും. അവർ നിർബന്ധമായിട്ട് നോക്കണം. ഓക്കെ, അവർ നിർബന്ധമായിട്ടും അവരോട് ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷെ ഒരു നോർമൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സബ്സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചിലപ്പം അവർ നിങ്ങളോട് ചോദിക്കും വേവ് ട്രാപ്പ് എന്താണെന്ന് അറിയാമോ, ദെൻ എവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് വെക്കുക, അതിനെക്കുറിച്ച് ധാരണയുണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, മൊത്തത്തിൽ സബ്സ്റ്റേഷൻ എന്താണെന്നും അതിലെ ഓരോ എക്യുപ്മെന്റ്സ് എന്താണെന്നും ഉള്ള ഒരു ധാരണ ഉണ്ടാവണം. ദെൻ ഹോം അപ്ലയൻസസിനെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണ ഉണ്ടാവണം. വീട്ടിലെ മിക്സി ഏത് മോട്ടോറാണ്? ദെൻ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ വീട്ടിലെ പമ്പ്, അല്ലെ, പമ്പിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണ്? ദെൻ വീട്ടിലെ എനർജി മീറ്റർ, വീട്ടിൽ എത്രയാണ് എനർജി കൺസംഷൻ? ദെൻ വീട്ടിലെ ടോട്ടൽ ലോഡിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. വീട്ടിന്റെ അടുത്തുള്ള പോസ്റ്റ്, അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ധാരണ ഉണ്ടാവണം. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സെക്ഷൻ ഓഫീസിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാവണം. സെക്ഷൻ ഓഫീസ് പറയുന്നതിന്റെ കൂടെ തന്നെ അടുത്തുള്ള സബ്സ്റ്റേഷൻ എവിടെയാണെന്ന് ആ ഒരു ധാരണ ഉണ്ടാവണം. ദെൻ 110 kV ആണോ 220 kV ആണോ, അത്തരം ധാരണകൾ ഉണ്ടാവണം. ഏറ്റവും അടുത്ത് നിങ്ങൾ പറയുന്നു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറയുന്നു, അല്ലെ, അപ്പം വീട്ടിനടുത്തൊരു ജലവൈദ്യുത നിലയം, വീട്ടിനടുത്ത് ഏറ്റവും ഫേമസ് ആയിട്ടൊരു ജലവൈദ്യുത നിലയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി കുറ്റ്യാടിയിൽ നിന്ന് വരുന്നു പറഞ്ഞു, അല്ലെ, അപ്പൊ കുറ്റ്യാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന ഉദ്യോഗാർത്ഥി കുറ്റ്യാടിയിലെ പവർ പ്ലാന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അത്തരത്തിലൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെ. സോ അത്തരം കാര്യങ്ങൾ കൂടി അറിഞ്ഞിരുന്നാൽ അത് വളരെ നല്ലതാണ്. സോ ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ KSEB റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പോകുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? യെസ്. ഇനി കണ്ടന്റ്, എന്തൊക്കെ കണ്ടന്റുകളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തുന്നതെന്നാണ് ഞാൻ ഈ അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന്റെ ബയോഡാറ്റ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും കേട്ടോ. യെസ്, ഇന്റർവ്യൂ ബയോഡാറ്റ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ബിക്കോസ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഇന്റർവ്യൂ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവരുടെ കയ്യിൽ നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ബയോഡാറ്റ ഉണ്ടാവുന്നതായിരിക്കും. കാരണം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ കേരള PSCയുടെ ഹെഡ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അവിടെ ഉണ്ടാവും. ദെൻ നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ബയോഡാറ്റ അവർ വാങ്ങിവെക്കും. സോ നിങ്ങൾ ഇന്റർവ്യൂ ഹാളിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് തന്നെ വൺ ഓഫ് ദി മെമ്പർ എന്ത് ചെയ്യുകയായിരിക്കും, നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ആ ഒരു ബയോഡാറ്റ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. സോ നിങ്ങൾ ആ ഒരു ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെക്കുറിച്ചൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ബയോഡാറ്റ. അതിലെ വൃത്തിയും അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ രീതിയും, നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾ കുറെ വെട്ടി എഴുതിയിട്ടുണ്ടാവും, അല്ലെ, അല്ലെങ്കിൽ കുറേയധികം ഫീൽഡുകൾ നിങ്ങൾ എംപ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ടാവും, അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന്റെ ബയോഡാറ്റ ഫില്ല് ചെയ്യുന്ന സമയത്ത് നോ ഫീൽഡ് ഷുഡ് ബി ലെഫ്റ്റ് അൺഅറ്റൻഡഡ്. ഒരു ഫീൽഡും നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഫീൽഡും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വിടാൻ വേണ്ടി പാടില്ല. സപ്പോസ് നിങ്ങൾക്ക് ആ ഒരു ഫീൽഡ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സപ്പോസ് അതിന് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ആൻസറും ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നോ എന്നോ അല്ലെങ്കിൽ നിൽ എന്നോ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം കേട്ടോ. നോ എന്നോ നിൽ എന്നോ എഴുതിയിരിക്കണം. അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതാൻ വേണ്ടി പാടില്ല. അത് അവിടെ നിന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും കേട്ടോ. ഇപ്പം പലരെയും കാണാറുണ്ട്, ചില കോളംസിൽ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒരു വരയിട്ട് പോയിട്ടുണ്ടാവും. അത് നിങ്ങളെക്കുറിച്ചൊരു മോശമായിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാവാൻ വേണ്ടി മാത്രമേ സഹായകമാവുകയുള്ളൂ. ഇന്റർവ്യൂ ബയോഡാറ്റ ഫോം 3 പേജാണ്. ഞാൻ കണ്ടിട്ടുണ്ട് സെക്കൻഡ് പേജ് മുഴുവനായിട്ടും ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് വര മാത്രം ഇട്ട് പോയ ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ നിങ്ങളെക്കുറിച്ച് നൽകാൻ മാത്രമേ സഹായകമാവുകയുള്ളൂ. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും എങ്ങനെയാണ് ഒരു ബയോഡാറ്റ വളരെ നന്നായിട്ട് ഫില്ല് ചെയ്യുക. ദെൻ ആദ്യം തന്നെ നിങ്ങളെ കൊണ്ട് ബയോഡാറ്റ ഞാൻ ഫില്ല് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ പ്രോഗ്രാമിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ബയോഡാറ്റ ഫിൽ ചെയ്ത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫാക്കൽറ്റീസിനെ, നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടായിരിക്കും. ഈ ഒരു ഇന്റർവ്യൂ പ്രോഗ്രാമിന്റെ സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്റർ ഉണ്ടാവും. നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ ഫോം, ഈ ഒരു ബയോഡാറ്റ ഫോം നിങ്ങൾ കൃത്യമായിട്ട് അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും അവസാനത്തെ ദിവസം ഒരു മോക്ക് ഇന്റർവ്യൂ നടത്താം. അത് എല്ലാവർക്കും പോസിബിൾ അല്ല. ഇന്റർവ്യൂവിന്റെ ഈ ഒരു ബയോഡാറ്റ ഫോം ആദ്യം ആരൊക്കെ ഫിൽ ചെയ്ത് വരുന്നോ ആ ഒരു പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും നമ്മളൊരു മോക്ക് ഇന്റർവ്യൂ നടത്തുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവമായിരിക്കും. ഇതുവരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊരു സുവർണാവസരമായിട്ട് എടുക്കണമെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഒരു ഇന്റർവ്യൂ പാനൽ ഉണ്ടാവും. ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. നിങ്ങൾ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വളരെ കൃത്യമായിട്ട് വളരെ സീരിയസ് ആയിട്ട് വന്നിരിക്കേണ്ട ഒരു ഇന്റർവ്യൂ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ചെയ്യാം. ദെൻ മറ്റുള്ളവർക്ക് ഈ ഒരു ഇന്റർവ്യൂ കാണുകയും ചെയ്യാം കേട്ടോ. അതിന്റെ ഒരു ഗുണം എന്താ, യെസ്, ഈ ഒരു ഉദ്യോഗാർത്ഥി എന്ത് തെറ്റുകൾ വരുത്തുന്നു, എന്ത് പറയണമായിരുന്നു അവിടെ,
ദെൻ ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണോ, ദെൻ ഈ പറയുന്ന കാര്യം ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രശ്നമായോ, അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാം ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ബയോഡാറ്റ ഫില്ലിംഗ് ആദ്യം തന്നെ വെച്ചു കേട്ടോ. യെസ്, സോ ബയോഡാറ്റ ഫില്ലിംഗ് ആണ് ആദ്യമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം KSEBയെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മൊത്തം ഡിസ്കസ് ചെയ്യുന്ന എപ്പിസോഡായിരിക്കും അതിനുശേഷം വരുന്നുണ്ടാവുക. അത് വളരെ ലെങ്തി ആയിട്ടുള്ള എപ്പിസോഡായിരിക്കും. എപ്പിസോഡ് 3, 4, 5, 6 ഒക്കെ എന്തായിരിക്കും KSEBയെ കുറിച്ചായിരിക്കും. അതിൽ നമ്മൾ മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും കേട്ടോ. KSEBയുടെ ചരിത്രം മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് KSEB നിലവിൽ എത്ര വന്ന് കിടക്കുന്നു, നിലവിലെ ലോഡ് കൺസംഷൻ എന്താണ്, ജനറേഷൻ കപ്പാസിറ്റി എന്താണ്, ദെൻ എത്ര ഹൈഡ്രോ ഇലക്ട്രിക് ഉണ്ട്, ദെൻ സോളാറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്താണ്, എത്ര മെഗാവാട്ട് സോളാർ ശേഷി ഉണ്ട്, അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നിലവിൽ KSEBക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് സോളാറിൽ നിന്നും എത്ര ജനറേഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് ധാരണയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവിടെ ടെസ്റ്റ് ചെയ്യുകയാണ് നിലവിൽ എവിടെയാണ് KSEB വന്ന് നിൽക്കുന്നത് എന്നൊരു ധാരണ ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചതാണ് കേട്ടോ. ഞാൻ അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലൊരു ചോദ്യം ഇല്ല. സപ്പോസ് എനിക്ക് അറിയാത്ത ഒരു കാര്യമാണെങ്കിൽ, ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല, ഞാൻ ചിലപ്പോൾ ഒരു ഗസ് അടിച്ചു ഞാൻ പറയുന്ന ഒരു 2000 മെഗാവാട്ട് എന്ന് ഞാൻ ചുമ്മാ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞാൻ ട്രാപ്പഡായി അല്ലേ. പിന്നെ അവിടെ വെച്ചിട്ട് എന്നോട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും എൻ്റെ ആ ഒരു ഇന്റർവ്യൂ അവിടെ കുളമാവുകയും ചെയ്യും. സോ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞത് എന്താണ്, KSEB കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും അറിയോ, താരിഫിനെ കുറിച്ച് നമുക്ക് എന്തായാലും പറയേണ്ടി വരും. താരിഫ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ദെൻ സോളാറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ EV ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും നമ്മുടെ കമ്പനിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക. വാട്ട് ഡു യു നോ അബൌട്ട് അവർ കമ്പനി അല്ലെ, നമ്മുടെ കമ്പനിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് ഡീൽ ചെയ്യും കേട്ടോ. പിന്നെ അതിനുശേഷം KSEBയിലെ ഉദ്യോഗസ്ഥന്മാരുടെ അവർ നയിക്കുന്ന സെഷൻസ് ഉണ്ടാവും. KSEBയിൽ നിന്ന് വിരമിച്ച ആൾക്കാരായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അതിനുശേഷം KSEBയിൽ നിരവധി ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെഷനിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കഴിഞ്ഞ സബ് എഞ്ചിനീയറിന്റെ സമയത്തും കുറേയധികം ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു സീരീസ് ആയിരുന്നു. അതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറയുന്നത് ഇന്റർവ്യൂ ഡേ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം, ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡ്രസ്സിങ് ഏത് രീതിയിൽ ചെയ്യണം, ഓക്കെ, അത്തരം കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ ദിവസത്തേക്ക് നിങ്ങളെ എങ്ങനെ എത്തിക്കും എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും എൻട്രി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. സോ ഞാൻ ആദ്യമേ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞ ചെലവിലായിരിക്കും എൻട്രി നിങ്ങൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. നിലവിൽ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഗോൾഡ് ബാച്ച് എടുത്തവർക്ക് ഈ ഒരു കോഴ്സ് സൗജന്യമായിരിക്കും കേട്ടോ. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. എന്ത് ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് സെഷന് വേണ്ടിയിട്ട് ഫെബ്രുവരി 21 എൻട്രിയിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് സെഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റെഡി ആയിരിക്കുക. കൃത്യമായിട്ട് ഫോംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു സെഷന് വേണ്ടി വരിക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ലൈവ് സെഷൻസ് ആയിരിക്കും, നമുക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാം. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെയുള്ള നമ്പറുകളിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോമോ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ അക്കാദമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നമുക്കിനി ക്ലാസ്സിൽ വെച്ച് കാണാം. താങ്ക്